മക്കൾസ് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക്, അതായത് നമുക്ക് പബ്ലിക് എക്സാമിന് 6 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ പല കൂട്ടുകാരും സാറേ ഇതിനകത്തുള്ള മുഴുവൻ ഇക്വേഷനും അതുമായി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ ഒന്ന് ചെയ്തുതരുമോ, ഒന്ന് പറയുമോ എന്ന് പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാർക്കും ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും മക്കൾസ്, എൻ്റെ ഗൈസ്, ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 4 ഇക്വേഷനെ പഠിക്കാനുള്ളൂ. ഈ 4 ഇക്വേഷനെ ബേസ് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ലെറ്റേഴ്സിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഇക്വേഷനും സെറ്റ് ആവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുത്തു. നോക്കിക്കോളൂ. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം എ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, മലയാളം മീഡിയക്കാരൻ എന്ന് പറഞ്ഞാൽ യാന്ത്രിക ലാഭം. യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ L/E എന്നാണ് പറയുന്നത്. എന്താണ്? ലോഡ് ബൈ എഫേർട്ട് അല്ലെങ്കിൽ രോധം ബൈ യത്നം എന്നൊക്കെ പറയും. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ L/E എന്നുള്ളിടത്ത് നമുക്ക് വേണമെങ്കിൽ എം എന്ന് കൊടുക്കാം. അപ്പൊ എം എ ഈക്വൽ ടു EA/LA. EA/LA എന്ന് പറഞ്ഞാൽ എഫേർട്ടാം ബൈ ലോഡാം, അതായത് യജ്ഞഭുജം ബൈ രോധഭുജം എന്നൊക്കെ പറയും. ഇനി അടുത്ത നമുക്ക് ഈ എം എ ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ R/R, അതായത് ക്യാപിറ്റൽ R ബൈ സ്മോൾ r, വീൽ ആൻഡ് ആക്സിൽ എന്നൊക്കെ പറയും. അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ഏറ്റവും അവസാനത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെരിഞ്ഞ പ്രതലം, അല്ലെ, ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ആപ്പ്, വെഡ്ജ്, സ്ക്രൂ ജാക്ക്, ഇവിടെയൊക്കെ വരുന്ന ഒറ്റ ഇക്വേഷൻ മാത്രമാണ് L/H. ഈ 4 ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്താലും റെഡിയാണോ? ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ല, ഓക്കെ സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കും. നമ്മളെ തുടർ പ്രവർത്തനത്തിലെ ലെറ്റേഴ്സിനകത്ത് വരുന്ന 3ാമത്തെ പ്രോബ്ലം. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിൾ, അതുകൊണ്ട് ഞാൻ പ്രോബ്ലം ഏരിയ മാത്രം സെലക്ട് ചെയ്താണ്. ഈ 3ാമത്തെ ചോദ്യം ശരിക്കും ഒന്ന് വായിച്ചോളൂ. ഇങ്ങനത്തെ ഒരു ചോദ്യം കിട്ടി കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിയോളൂ. എന്താണ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മീറ്റർ സ്കെയിൽ, ഒരു മീറ്റർ സ്കെയിൽ, അതിന്റെ ഒരു അറ്റത്ത് ഒരു വസ്തു തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു അറ്റത്ത് എന്ത് ചെയ്തൊരു വസ്തു തൂക്കിയിട്ടിട്ടുണ്ട്, ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. മറുവശത്ത് പകുതി നീളത്തിൽ, ഇവിടെ നിന്നിട്ട് എത്ര ഡിസ്റ്റൻസ് ആണോ അതിന്റെ പകുതി നീളത്തിൽ എന്ത് ചെയ്തു, 400 ഗ്രാം വെയിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, തൂക്കിയിട്ടപ്പോൾ സ്കെയിൽ തുലനമായി, അതായത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ വസ്തുവിന്റെ മാസ് എത്രയായിരിക്കും, വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും? വസ്തുവിന്റെ മാസും അതേപോലെ തന്നെ വസ്തുവിന്റെ ഭാരവും നമുക്ക് കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീറ്റർ സ്കെയിൽ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇതിനെ നമ്മൾ ഫൽക്രം എന്ന് പറയാം. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ലോഡ് വെച്ചിട്ടുണ്ട്, അല്ലെ? ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ലോഡ് കൊടുത്തിട്ടുണ്ട്. ആ ലോഡാണ് ഇവിടെ കാണേണ്ടത്. ആ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ മാസുമായി ഭാരമായി, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്രേ ഉള്ളൂ. ഇവിടുത്തെ ലോഡ് നമുക്കറിയാം. ഇനി ലോഡ് നമുക്ക് അറിയില്ല, ലോഡ് നമുക്ക് കണ്ടെത്താനാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 50 സെന്റിമീറ്റർ ആണ്. അതിന്റെ പകുതി നീളം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ LA എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വെറുതെ എഴുതിയേക്കാം LA. അതായത് LA എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ലോഡാം എന്ന് പറഞ്ഞാൽ രോധഭുജം എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് നമുക്ക് 400 ഗ്രാം വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അത് ബാലൻസ് ആയത്. അതുകൊണ്ട് ഇത് എഫേർട്ടാണ്, യത്നമാണ്. അപ്പൊ E എന്ന് പറഞ്ഞാൽ നമുക്ക് 400 ഗ്രാം വെയിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. 400 ഗ്രാം വെയിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി അതോടൊപ്പം തന്നെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിന്റെ പകുതി ദൂരമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ 50 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ മക്കളിൽ എത്ര സെന്റിമീറ്റർ വരും, 25 സെന്റിമീറ്റർ. അപ്പോൾ EA എന്ന് പറഞ്ഞാൽ എഫേർട്ടാം എന്ന് പറഞ്ഞാൽ, അതായത് യജ്ഞഭുജം എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ ആയിരിക്കും. ഇപ്പൊ കുറെ കുട്ടികൾ സാറേ ഒരു കൺഫ്യൂഷൻ, എന്താ കൺഫ്യൂഷൻ പറയാം, എടാ ഇവിടെ ഒരു കയർ ഉപയോഗിച്ച് ഒരു ലോഡ് വെച്ചിട്ടുണ്ട്, ഒരു വസ്തുവിന്റെ ഒരു മാസ് വെച്ചിട്ടുണ്ട്, എത്രയോ ഭാരം അത് നമുക്കറിയില്ല, അത് കണ്ടെത്തണം. ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് ആണ് 50 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ ലോഡാണെങ്കിൽ ഇത് ലോഡാം, അല്ലേ? അതായത് രോധഭുജം എന്ന് പറയാം, അത് 50 സെന്റിമീറ്റർ. അതിന്റെ പകുതി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവിടെ 25 സെന്റിമീറ്റർ. അപ്പൊ എഫേർട്ടാം എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ കത്തിയില്ലേ? ഓക്കെ. ഇനി ഇവിടുത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് തൂക്കിയപ്പോൾ അത് ബാലൻസ് ചെയ്ത് നിന്നു, അല്ലെ? വെയിറ്റ് തൂക്കിയപ്പോൾ അത് ബാലൻസ് ചെയ്തു. അപ്പൊ വെയിറ്റ് എത്രയാണ്, 400 ഗ്രാം വെയിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ഈ ലോഡ് കണ്ടെത്തണം. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്ന ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം, അതായത് E ഇൻറ്റു EA ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്താണ് L ഇൻറ്റു LA. ഇതട് ചെയ്താൽ മതി. ഇതിനെ നമ്മൾ എന്താ ലിവർ പ്രിൻസിപ്പിൾ, ഉത്തോലക തത്വം എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ E തന്നിട്ടുണ്ട്, EA തന്നിട്ടുണ്ട്, L തന്നിട്ടില്ല, LA തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് LA കണ്ടെത്തിക്കൂടെ? കണ്ടെത്താം. അപ്പൊ 2 രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഞാൻ ആദ്യം ഇതിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നു. LA എന്ന് പറഞ്ഞാൽ ലോഡാം 50 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്.
ഞാനത് എഴുതി വെച്ചു. ഇനി അടുത്തത് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞഭുജം, അതായത് എഫേർട്ടാം എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. അപ്പൊ 25 സെന്റിമീറ്റർ, അതും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഇനി എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 400 ഗ്രാം വെയിറ്റും തന്നിട്ടുണ്ട്, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തണം? ലോഡ് കണ്ടെത്തണം. എന്താ കണ്ടെത്തേണ്ടത്? ലോഡ്. ആ ലോഡ് കിട്ടിയാൽ എന്ത് ചെയ്യുന്നു? ഇതിനെ 2 രീതിയിൽ ഗൈസ് നമുക്ക് ചെയ്യാം. 2 രീതിയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. ഒന്ന്, അതായത് നേരത്തെ ചെയ്ത പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോഡ് ഇൻറ്റു ലോഡാം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം, ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് സംഖ്യകൾ കൊടുത്താൽ മതി. കണ്ടില്ലേ? എല്ല് കണ്ടെത്തണം. അപ്പൊ എല്ല് അങ്ങനെ തന്നെ എഴുതി. എല്ല് എന്ന് പറഞ്ഞാൽ എത്ര? 50 സീക്വൽ ടു, അപ്പോൾ ഇവിടെ 50 എന്ന് കൊടുത്തു. സീക്വൽ ടു ഇ എത്ര? 400 ഇൻറ്റു ഇ എത്ര? 25. അപ്പൊ എല്ല് കണ്ടെത്തുമ്പോൾ ഇതിനെ നേരെ താഴത്ത് കൊണ്ടേ പോരെ? അങ്ങനെ ചെയ്തൂടെ? ഇനി അതല്ലെങ്കിൽ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ലോഡ് ഇൻറ്റു എഫേർട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? ഇ എ ബൈ എൽ എ. ഈ 2 സമവാക്യങ്ങൾ ഉപയോഗിച്ചും ചെയ്യാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം? ഒന്ന് പറയൂ മക്കളെ, ഒന്ന് കമന്റ് ചെയ്യൂ. എങ്ങനെ കമന്റ് ചെയ്യണല്ലേ? ഓക്കെ, 2 രീതിയിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വെച്ചും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഏറ്റവും നല്ല ഇരിക്കുമെന്നുള്ള ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഞാൻ 2 രീതിയും പറയാം. അപ്പൊ ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ലോഡ് നമുക്ക് കണ്ടെത്തണം. ഇ എന്ന് പറഞ്ഞാൽ എത്ര? ഇ എന്ന് പറഞ്ഞാൽ 400 ഗ്രാം വെയിറ്റ് ആണ്. അപ്പൊ ഞാൻ 400 എന്ന് കൊടുത്തു. സീക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ 25 ആണ് ബൈ എൽ എന്ന് പറഞ്ഞാൽ 50 ആണ് അല്ലേ? ഈ 25നും 50നും നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ വെട്ടിക്കളയാം. പക്ഷെ ഞാൻ ഇപ്പോൾ വെട്ടണില്ല, ലാസ്റ്റ് വെട്ടാം. അങ്ങനെയെങ്കിൽ എൽ ഈക്വൽ ടു ലോഡാണ് കാണേണ്ടത്. അപ്പൊ ഈ 400 ഹരിക്കണം എന്നുള്ള സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം എന്നായിട്ട് മാറൂലേ? അപ്പൊ ഇവിടെ എന്ത് വരും? 25 ഇൻറ്റു 400 ബൈ 50 എന്ന് വരും. അങ്ങനെയെങ്കിൽ ഈ 0 വെട്ടി 5 5 ഒരു പ്രാവശ്യം, 25 5 പ്രാവശ്യം. 5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 40 എന്ന് വരും. 4 20 200 ഗ്രാം വെയിറ്റ്. അപ്പൊ ഇവിടുത്തെ ലോഡ് നമുക്ക് എത്ര കിട്ടി? 200 ഗ്രാം വെയിറ്റ്. അപ്പൊ അതിന്റെ മാസ് എത്ര ചോദിച്ചാൽ അതന്നെ എഴുതിയാൽ മതി. എത്ര? 200 ഗ്രാം മാസ് എഴുതിയാൽ മതി. ഗ്രാം വെയിറ്റ് എന്നാൽ 200 ഗ്രാം തന്നെ എടുത്താൽ മതി. വേറൊന്നും നിങ്ങൾ കൂടുതൽ ആഴത്തിലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഈ പ്രോബ്ലം ചെയ്ത മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇനി അടുത്തൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചാണ്. ഞാൻ ഇവിടെ ചെറുതാക്കി കുഞ്ഞതാക്കിയിട്ട് എഴുതാം, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു എൽ എ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എ. അപ്പോൾ ചില കുട്ടികൾ അറിയും, സാറേ ഇ ഇൻറ്റു ഇ എ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു എൽ എ എന്നല്ലേ? എടാ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ എൽ ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയിട്ടുണ്ട്? 50 ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ എത്രയാണ്? 400 ഇൻറ്റു ഇ എത്ര? 25. അപ്പോൾ സുഖായി. എൽ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ 50നെ നേരെ താഴത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ 400 ഇൻറ്റു 25 ബൈ 50. ഇതന്നെയല്ലേ ഇപ്പൊ ഇവിടെ ചെയ്തത്? രണ്ടും ഒരേപോലെ തന്നെ. അപ്പൊ ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഈസി അത് വെച്ച് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ചോദ്യം സെറ്റ് ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 200 ഗ്രാം വെയിറ്റ്. അപ്പൊ അതിന്റെ മാസം എത്ര ആയിരിക്കുമ്പോൾ 200 ഗ്രാം തന്നെ എഴുതിയാൽ, അല്ലാതെ വേറെ ആഴത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പൊ ആദ്യത്തെ ചോദ്യം സെറ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസമില്ല. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ഏതൊക്കെ ഇക്വേഷൻ ഉപയോഗിച്ചു? എൽ ബൈ ഇ ഈക്വൽ ടു ഇ എ ബൈ എൽ എ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചു. അപ്പൊ ഈ പ്രോബ്ലം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കുക, ഇത് ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സെറ്റ് അല്ലേ? നോക്കുക, തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുക, അരമാർക്ക്. ഇക്വേഷൻ എഴുതിയാൽ അരമാർക്ക്. ഇക്വേഷനിൽ സംഖ്യകൾ അപ്ലൈ ചെയ്താൽ അരമാർക്ക്. അവസാനം ആൻസർ എഴുതിയാൽ അരമാർക്ക്. യൂണിറ്റ് എഴുതിയാൽ അരമാർക്ക്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്താൽ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ പ്രോബ്ലം സെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. അടുത്ത തുടർ പ്രവർത്തനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ചോദ്യം ശരിക്കും വായിക്കാം. നമ്മളെ ലെറ്റേഴ്സിനകത്ത് 6ാമത്തെ ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നോക്കുക, 6ാമത്തെ 5000 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള ഒരു തടി കഷ്ണം 2 മീറ്റർ ഉയരമുള്ള ഒരു ലോറിയിലേക്ക് ചെരിവ് തലത്തിലൂടെ ഇങ്ങനെ കയറ്റാൻ 2000 ന്യൂട്ടൺ ബലം പ്രയോഗിച്ച് തടി കയറ്റാൻ ഉപയോഗിക്കുന്ന ചെരിവ് തലത്തിന്റെ നീളം എത്രയായിരിക്കും? അപ്പൊ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ, ഇത് ലോറിയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ലോറി ഇങ്ങനെ കാണും, ഒരു ലോറി. ഈ ലോറിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു ചെരിവ് തലം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വലിയൊരു വെയിറ്റ്, അതിന്റെ വെയിറ്റ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? 5000 കിലോഗ്രാം വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? മുകളിലേക്ക് ഉയർത്തണം.
അപ്പൊ ഉയർത്താൻ ഇവിടെ നമുക്ക് ലെങ്ത് തന്നിട്ടില്ല, ഈ ലെങ്ത് ആണ് കണ്ടെത്തേണ്ടത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് എത്രയാണ്, നമ്മൾ കൊടുക്കുന്ന യത്നം എത്രയാണ്, അതും ഇവിടെ തന്നിട്ടുണ്ട് 2000 ന്യൂട്ടൺ. കണ്ടില്ലേ, ഇത്രയുള്ള ചോദ്യം. ലോറിയിലേക്ക് എന്ത് ചെയ്യുന്നു, 5000 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തുവിനെ നമ്മൾ എന്ത്, ഈ ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഇങ്ങനെ കയറ്റി ഇതിനുള്ളിലേക്ക് കയറ്റണം. അപ്പൊ ഈ നീളം, ലോറിയുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്റർ ആണ് അല്ലെ, ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 മീറ്റർ അവിടെ തന്നിട്ടുണ്ട്. ഇനി ഈ 5000 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഈ വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം, എത്ര എഫേർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, 2000 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ 2000 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് ഈ 5000 കിലോഗ്രാം വെയിറ്റിന് ഇതിലൂടെ ഇങ്ങനെ നിരക്കി നീക്കി ഈ ലോറിയിലേക്ക് എത്തിക്കണം. ലോറിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. ഇവിടെ സിമ്പിൾ ആണ്, നോക്കി, ഇവിടെ എഫേർട്ട്, അപ്പൊ ഈ കിട്ടി, ഇൻറ്റു ഇവിടുത്തെ ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഹൈറ്റ് ഇൻറ്റു ലോഡ്. ശരിക്കും അത്രയുള്ള ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ചോദ്യത്തിനകത്ത് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 5000 കിലോഗ്രാം വെയിറ്റ്. ലോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റിനകത്ത് പ്രത്യേകം നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് തന്നിട്ടുള്ളത്, G is equal to 10 meter per second square എന്നായി പരിഗണിക്കുക. അതായത് കൺസിഡർ G, സ്മോൾ ലെറ്റർ G എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കിലോഗ്രാം വെയിറ്റിനെ ന്യൂട്ടണിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഒന്നുമില്ലടാ, ഈ 5000 എന്ത് ചെയ്യുക, 10നെ കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 50000 ന്യൂട്ടൺ കിട്ടി. അപ്പൊ ലോഡ് കിട്ടി. ഇനി എഫേർട്ട് എന്ന് പറഞ്ഞാല് അതും നമുക്ക് തന്നിട്ടുണ്ട്, എത്ര, 2000 ന്യൂട്ടൺ. കാരണം ഇപ്പൊ ഒക്കെ ന്യൂട്ടണിലേക്കായി. അപ്പൊ ലോഡ് എഫേർട്ട് തന്നു. അങ്ങനെ എനിക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുകൂടെ. അപ്പൊ MA ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. ലോഡ് എന്ന് പറഞ്ഞാൽ 50000 ബൈ എഫേർട്ട് എന്ന് പറഞ്ഞാൽ യത്നം എന്ന് പറഞ്ഞാൽ 2000. വെട്ടാനുള്ള ഒക്കെ വെട്ടി നിരത്തിക്കൂളി, ആരും വെയിറ്റ് ചെയ്യണ്ട. ഇവിടെ 3 0, ഇവിടെ 3 0. അങ്ങനെയെങ്കിൽ ദേ പിടിച്ചോ, നമ്മുടെ ആൻസർ എത്രയാണ്, 50/2 എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടി. അപ്പൊ യാന്ത്രിക ലാഭം നമുക്ക് 25 എന്ന് കിട്ടി. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിലും പ്രോബ്ലം ചെയ്യാം. ഞാൻ 2 രീതിയും പറഞ്ഞുതരാം, അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. സാറ് ഞങ്ങൾ സ്കൂളിൽ ഇങ്ങനെയല്ല ചെയ്തെന്ന് പേടിക്കണ്ട, അടുത്ത രീതി ഞാൻ പറഞ്ഞുതരും. അങ്ങനെയെങ്കിൽ അടുത്ത് നമുക്ക് ഈ ലോറിയിലേക്ക് ഇങ്ങനെ കയറ്റണം. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, അപ്പൊ സ്ലോപ്പ്, ഇൻക്ലൈനഡ് പ്ലെയിനിന്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ ഇക്വേഷൻ എന്താണ്, MA ഈക്വൽ ടു ലെങ്ത് ബൈ എച്ച് അല്ലെ, ലെങ്ത് ബൈ എച്ച്. MA എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എത്രയാണ്, 25. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 25 എന്ന് കൊടുത്തു. ലെങ്ത് കണ്ടെത്തണം, ബൈ എച്ച് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. നമ്മളോട് എഴുതിയൊക്കെ H ഈക്വൽ ലോറിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. അപ്പൊ നമ്മള് 25, സാറേ എങ്ങനെ ഇവിടെ 25 കിട്ടി, എടാ MA മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം 25 ആണ്. അപ്പൊ 25 ഈസ് ഈക്വൽ ടു L/2 എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഹരിക്കണം എന്നുള്ള സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗുണിക്കണം 2 × 25. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം, L ഈസ് ഈക്വൽ ടു 25 × 2 ഇസ് ഈക്വൽ ടു 50 മീറ്റർ. അപ്പൊ ഈ ലെങ്ത് എത്ര കിട്ടി, നമുക്ക് 50 മീറ്റർ കിട്ടി. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ചില സ്കൂളിൽ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേറൊരു മോഡലിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. വേറെ മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ട് എഴുതിയേക്കാം. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് ഒന്നുമില്ല, ഇവിടെയുള്ള എഫേർട്ട് എത്ര, E ഇൻറ്റു ഇവിടുത്തെ ലെങ്ത് എത്ര, L ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഹൈറ്റ് എത്ര, L ഇൻറ്റു ഇവിടുത്തെ ലോഡ് L. ഇതാണ് അടുത്തൊരു മെത്തേഡ്. ഒന്നുമില്ല, അതായത് എഫേർട്ട് ഇൻറ്റു ലെങ്ത് ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു എച്ച്. ഇതാ ഇങ്ങനെയും ചെയ്യാം. എഫേർട്ട് എന്ന് പറഞ്ഞാൽ 2000 കിട്ടി, ഇസ് ഈക്വൽ ടു ഇൻറ്റു L ഈസ് ഈക്വൽ ടു ലെങ്ത് കാണണം. ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50000 അല്ലെ, 5000 ആണ്, അത് ഇൻറ്റു 10 കൊടുക്കും, 50000 ഇൻറ്റു എച്ച് പറഞ്ഞാൽ 2. അങ്ങനെയെങ്കിൽ L ഈസ് ഈക്വൽ ടു 50000 ഇൻറ്റു 2/2000 എന്ന് വരും. ഈ 3 0 വെട്ടി, അങ്ങനെയെങ്കിൽ 2 വെട്ടി, ബാക്കി ഇവിടെ എത്ര ഉണ്ട്, 50. ഇപ്പൊ കിട്ടിയില്ലേ? ഇപ്പൊ 2 രീതി മനസ്സിലായില്ലേ? ഇത്ര ഉള്ളട, അത് സിമ്പിൾ അല്ലേ? ഇപ്പൊ എല്ലാ ഇക്വേഷൻ നമ്മൾ ടച്ച് ചെയ്യല്ലേ. ഇനി അടുത്ത നമുക്ക് എന്താണ്, ലെറ്റസസിനകത്തുള്ള 8ാമത്തെ ചോദ്യം. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ സിമ്പിളാണ്. അപ്പൊ തുടർ പ്രവർത്തനത്തിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിനെ ബേസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വരുള്ളൂ. അല്ലാതെ ഇനി ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എന്നാലും ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. അപ്പൊ ഇത്ര കടുകട്ടിയുള്ള പ്രോബ്ലങ്ങളും നമുക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ല, ടെക്സ്റ്റ് ബുക്ക് അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരൂല. അപ്പൊ ഇത് പഠിച്ചാൽ മതി. ഇനി അടുത്ത് നോക്കിക്കോട്ടോ, 6600 അല്ലേ, അതന്നെയല്ലേ, ഓക്കെ. 6600 കിലോഗ്രാം വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ ഭാരമുള്ള
6 സെന്റിമീറ്റർ വ്യാസം ഡയമീറ്റർ ഉള്ള ഒരു ആക്സിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഈ ഭാരം ഉയർത്തുന്നതിന് ആക്സിലിൽ ഒരു വശത്തേക്ക് 3 മീറ്റർ നീളമുള്ള ലിവർ തിരിക്കുന്നു. അപ്പൊ വീൽ ആൻഡ് ആക്സിലാണ്. വീൽ ആൻഡ് ആക്സിൽ എന്നോട് കേട്ടാൽ അപ്പോൾ ഓർത്തു വയ്ക്കുക എന്താണ് വീൽ ആൻഡ് ആക്സിൽ. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ആ വീലിന്റെ ആ ഒരു റേഡിയസും നമുക്ക് ഡയമീറ്റർ റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യം എടുത്ത് എഴുതിയാൽ മതി. അതായത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 6 എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, വ്യാസാണ്. നമുക്ക് ആക്സിലിന്റെ വ്യാസം നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് അതിന്റെ റേഡിയസ് കണ്ടെത്തണം. അപ്പൊ 6 = 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിനെ റേഡിയസിൽ വ്യാസത്തിനെ നമ്മൾ റേഡിയസിലേക്ക് മാറ്റുമ്പോൾ അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ 6/2. അപ്പൊ എത്ര കിട്ടി, 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100നെ കൊണ്ട് ഹരിക്കുക. അപ്പൊ 3/100 2 സ്ഥാനം മാറ്റി കുത്തുക. അതായത് 0.03 മീറ്റർ. ഇപ്പൊ നമുക്ക് സ്മോൾ ആർ കിട്ടി. വീൽ ആൻഡ് ആക്സിലിനോട് കേൾക്കുമ്പോ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് എന്താ വരണ്ടേ, ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ. ഇനി ക്യാപിറ്റൽ ആർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പേനക്ക് എന്ത് പറ്റി, ക്യാപിറ്റൽ ആർ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്തൂടെ, 3 മീറ്ററും തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി നീളമുള്ള ലിവർ തിരിക്കാൻ എത്ര ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വരും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്, ലോഡ് ഈസികളുടെ എത്രയാണ്, 1600 കിലോഗ്രാം വെയിറ്റ്. കിലോഗ്രാം വെയിറ്റിനെ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10നെ കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1600ന്റെ കൂടെ ഒരു 0 ചേർക്കുക, അത്രയും ന്യൂട്ടൺ. അപ്പൊ ലോഡും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാ അറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് L/E = ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ. ഇതാവും ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ. അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ആണെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടുവെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ഇതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അതായത് MA = ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ ഇങ്ങനെ വെച്ച് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ലോഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ലോഡ് തന്നിട്ടുണ്ട്, നീളമുള്ള ലിവർ തിരിക്കാൻ എത്ര ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വരും. നമ്മൾ കൊടുക്കുന്ന എഫേർട്ടാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ എല്ലിന്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു, 1600, അത് 16000 വന്നു അല്ലേ, ബൈ 16000 ബൈ ഈ കണ്ടെത്തണം. = ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 3 ബൈ സ്മോൾ ആർ എത്രയായിരുന്നു, 0.03. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ആ ഇക്വേഷൻ നേരെ അപ്ലൈ ചെയ്തു എന്നുള്ളൂ. ഞാനൊരു പുതിയൊരു പേജ് എടുക്കട്ടെ, ഇതാ നോക്കിക്കോളൂ. ഞാൻ ഒന്നുകൂടി അവിടെ എഴുതിയേക്കട്ടെ. ഇതാ നോക്കിക്കോളൂ, L/E = ക്യാപിറ്റൽ ആർ ബൈ സ്മോൾ ആർ. എൽ എന്ന് പറഞ്ഞാൽ 16000 അല്ലെ, 16000 ന്യൂട്ടൺ ബൈ ഇ ആണ് കണ്ടെത്തേണ്ടത്. = ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീറ്റർ, 3 മീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ 0.3. അപ്പൊ ഇതില് ഈ കണ്ടെത്താൻ ഇതിനങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ ഇതിനങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പൊ 16000 × 0.03 = E × 3 എന്ന് വരും. അങ്ങനെയെങ്കിൽ ഈ ഇവിടെ കാണുമ്പോൾ ഈ 3നെ പ്രത്യേകം കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ എത്ര വരും, 16000 × 0.03/3 എന്ന് വരും അല്ലേ. ഈ 3ഉം അതേപോലെ തന്നെ ഈ ഒരു 3ഉം നമുക്ക് ഈ 16ഉം വെട്ടിക്കൂടെ. 3ഉം 16ഉം നമുക്ക് വെട്ടിക്കൂടെ. 3ഉം 16ഉം വെട്ടുക എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്താ പറയുക, വെട്ടിനേക്കാൾ നല്ല ഒന്നുകൂടി ഞാൻ ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മുകളിലുള്ളത് എന്ത് ചെയ്യുക, ഗുണിക്കുക. മുകളിൽ ഗുണിക്കുക 16നെ 3 കൊണ്ട് ഗുണിക്കുക. 3 6 18 8 ബാക്കി 1 1 3 3 4 48 എന്ന് കിട്ടി. ഇനി ഇവിടെ എത്ര 0 ഉണ്ട്, 3 0 ചേർത്തു. ഇനി ശരിക്കും 3നെ കൊണ്ടാണ് ഗുണിക്കേണ്ടത്, അല്ല 0.03. അപ്പൊ 2 സ്ഥാനം മാറ്റി കുത്തിട്ടു. അതായത് ആൻസർ 480 എന്ന് വരും. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കിട്ടി, 480 ബൈ എന്ത് വരും, 3 എന്ന് വരും. 480നെ 3 കൊണ്ട് ഇനിയും വെട്ടിക്കളി. എന്താണ്, 3ൽ 3 ഒരു പ്രാവശ്യം, 4ൽ ഒരു പ്രാവശ്യം പോവും. അപ്പോൾ ബാക്കി 18ൽ 6, അപ്പോൾ 0 160. നിങ്ങൾ ഹരിച്ചു നോക്കുക, 160 ന്യൂട്ടൺ കിട്ടി എഫേർട്ട്. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ 160 ന്യൂട്ടൺ. മക്കളെ, ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്തു. L/E = R/R, അല്ലെങ്കിൽ നിങ്ങൾ R/R ആദ്യം ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, R എന്ന് പറഞ്ഞാൽ 3/0.03. ഇതൊരു ചെയ്യുക, ഒരു ആൻസർ കിട്ടി. ഇനി അടുത്ത് ലോഡിൽ എന്ത് ചെയ്യുക, മെക്കാനിക്കൽ വെച്ച് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, ഈ ഒരു ഈസി മെത്തേഡ്. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാ ഇക്വേഷൻ വെച്ചിട്ട് 3 പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം മക്കളെ നിർബന്ധമായിട്ട് ചെയ്തു പഠിക്കണം.
ഇപ്പൊ തന്നെ ഇത് കാണുന്ന ഓരോ കൂട്ടുകാരും എന്ത് ചെയ്യണം, ഓരോ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരും എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ചെയ്തു പഠിക്കാൻ ഒരു മടിയും കാണിക്കരുത്. ഒറ്റ തവണ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഒരു 2 തവണ കേൾക്കുക, എന്നിട്ട് ഒരു തവണ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തു വെക്കുക, പഠിക്കാൻ അത്രേ ഉള്ളൂ. ഇക്വേഷൻ പഠിച്ച് വയ്ക്കുക, എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലങ്ങളൊക്കെ സെറ്റാണല്ലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഇനി വരും, അതിനകത്തൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു തുടർ പ്രവർത്തനം ലെറ്റേഴ്സിനകത്തുള്ള ഈ 3 പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇതെല്ലാവർക്കും പറ്റിയല്ലോ. അപ്പോൾ എല്ലാവരും GB, ഗോഡ് ബ്ലസ് യു. ഇനി ഇതേപോലുള്ള നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് തരിക, നമ്മൾ അതൊക്കെ ചെയ്യും. ഓക്കെ, ബൈ.